ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ കഫ് സിറപ്പ് വിൽക്കരുതെന്ന് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് നൽകരുതെന്നും സർക്കുലറിൽ പറയുന്നു. മെഡിക്കൽ സ്റ്റോറുകൾക്ക് സർക്കുലർ നൽകി. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, നമുക്കറിയാം മധ്യപ്രദേശിലും രാജസ്ഥാനിലും 17 കുട്ടികളാണ് ഇത്തരത്തിൽ മരിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണോ പുതിയ നിർദ്ദേശം? രാജസ്ഥാനിലും മധ്യപ്രദേശിലും 17 കുരുന്നു ജീവനുകൾ ചുമയുടെ മരുന്ന് കഴിച്ച് ജീവൻ നഷ്ടപ്പെടാനിടയായ സാഹചര്യത്തെ അതീവ ഗൌരവത്തോടു കൂടി തന്നെയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പും കാണുന്നത്. ആ ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഡോക്ടറിന്റെ കുറിപ്പടിയില്ലാതെ ഒരു കാരണവശാലും കുട്ടികൾക്ക് വേണ്ടിയുള്ള ചുമയുടെ മരുന്ന് നൽകരുത് എന്നുള്ള നിർദ്ദേശം സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ ഒരു സർക്കുലറായിട്ട് ഇറക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ മരുന്ന് വ്യാപാരികളും ഫാർമസിസ്റ്റുകളും ഡ്രഗ്സ് കൺട്രോളറെ നിർദ്ദേശം പൂർണ്ണമായിട്ട് പാലിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. ഇത് പാലിക്കാത്ത പക്ഷം കടുത്ത നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയോ ജലദോഷത്തിനോ ഉള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യവകുപ്പ് നിർദ്ദേശമായിട്ട് നൽകിയിരുന്നു. അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്താൽ പോലും അത് കഴിക്കുന്നത് ഒഴിവാക്കണം. ഇത്തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻ വരുന്ന മരുന്നുകൾ മെഡിക്കൽ സ്റ്റോറുകൾ നൽകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ നിലവിൽ ഡ്രഗ്സ് കൺട്രോളർ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള പരിശോധന നടന്നു വരികയാണ്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമയുടെ മരുന്ന് നിലവിൽ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. കാരണം കോൾട്രിഫ് എന്ന് പറയുന്ന മരുന്ന് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന ആളുകളിൽ നിന്ന് പോലും ആ മരുന്നിന്റെ വിൽപ്പന അടക്കം നിർത്തിവെക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് നൽകിയിരുന്നു. അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഈ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമയുടെ മരുന്ന് നൽകുന്ന ആ ഒരു പ്രിസ്ക്രിപ്ഷൻ അത് ഡോക്ടറിന്റെ കുറിപ്പടി ഒഴിവാക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കുറിപ്പടിയുമായിട്ട് വന്നാൽ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ആ മരുന്ന് നൽകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ ഡ്രഗ്സ് കൺട്രോളർ ഇറക്കിയിട്ടുള്ളത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. പക്ഷേ അതിനും മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് മരുന്നുകൾ കൊടുക്കുമ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ അതിന് കൃത്യമായുള്ള സമയത്ത് മാത്രമേ ഈ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം കൂടി ഡ്രഗ്സ് കൺട്രോളർ നൽകിയിട്ടുണ്ട്. എന്തായാലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉണ്ടായിട്ടുള്ള ദുരന്തത്തെ വലിയ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇത്തരത്തിലൊരു ഗൗരവമായിട്ടുള്ള ഒരു നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിൽ പോലും ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ആരോഗ്യവകുപ്പും ഡ്രഗ്സ് കൺട്രോളും നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്.